സോ ഇന്ന് നമ്മൾ നോക്കാൻ പോണതെന്ന് വെച്ചാൽ തിരിച്ച് ഒക്ടൽ നമ്പർ നിങ്ങൾക്ക് തന്നാൽ ഒക്ടലിനെ എങ്ങനെ ബൈനറി ആക്കാം, ഒക്ടലിനെ എങ്ങനെ ഡെസിമൽ ആക്കാം, ഒക്ടലിനെ എങ്ങനെ ഹെക്സാഡെസിമൽ ആക്കാം എന്ന് നോക്കാം. ഓക്കെ, ഇനി നമുക്ക് ആദ്യം ഒക്ടലിനെ ഡെസിമൽ ആക്കുന്നത് ആദ്യം നോക്കാം. അപ്പോൾ നമുക്കൊരു ഒക്ടൽ നമ്പർ തന്നു. നമ്മൾ ഒക്ടൽ നമ്പറാണ് നമുക്ക് തന്നതെന്ന് മനസ്സിലാക്കാൻ നമ്മൾ ബേസ് 8 ആണോ എന്ന് നോക്കിയാൽ മതി. ബേസ് 8 എന്ന് തന്നിട്ടുണ്ട്. അതുമല്ല നമ്പർ 8 താഴെയുള്ള ഡിജിറ്റ്സും അതിനകത്ത് വരികയും ചെയ്യും. അപ്പോൾ 362 എന്ന് പറയുന്ന ഒരു ഒക്ടൽ നമ്പർ തന്നു. ഇതിൻ്റെ കറസ്പോണ്ടിങ് ഡെസിമൽ നമ്പർ കാണാൻ പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങളൊന്നും ചെയ്യേണ്ട, സാധാ പോലെ തന്നെ നമ്മൾ ഇതിൻ്റെ പൊസിഷൻ വെയ്റ്റ്സുകൾ തമ്മിൽ ആഡ് ചെയ്താൽ മതി. ദാറ്റ് ഈസ് 2 ഇൻറ്റു ഈ പൊസിഷൻ 8⁻0 പൊസിഷനാണ് അല്ലേ, 6 ഇൻറ്റു 8⁻1 പ്ലസ് 3 ഇൻറ്റു 8⁻2. ഓക്കെ, ഒന്നുകൂടി പറയാം, 2 ഇൻറ്റു 8⁻0 പ്ലസ് 6 ഇൻറ്റു 8⁻1 പ്ലസ് 3 ഇൻറ്റു 8⁻2. ഇവ തമ്മിൽ ആഡ് ചെയ്യുക. ഇതെല്ലാം കൂടി ആഡ് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് കിട്ടുന്ന ആൻസർ 242 ആണ്. 242 എന്ന് പറയുന്ന ബേസ് 10 നമ്പറാണ്. അതിൻ്റെ ഇക്വലൻ്റ് ഒക്ടൽ എന്താണ്, 362 ആണ്. ഓക്കെ, അപ്പം ഒരു ഒക്ടൽ നമ്പർ തന്നാൽ അതിനെ ഡെസിമലാക്കി കൺവേർട്ട് ചെയ്യാൻ നിങ്ങൾ എന്ത് ചെയ്യാൻ മതി, ഒക്ടലിൻ്റെ പൊസിഷൻ വെയിറ്റ് കൊണ്ട് തമ്മിൽ ആഡ് ചെയ്ത് പോയാൽ മതി. ഓരോ ഡിജിറ്റ് വൈസിൽ പൊസിഷൻസിലെ വെയിറ്റുകൾ തമ്മിൽ ആഡ് ചെയ്താൽ മാത്രം മതി. ആഡ് ചെയ്യുക, മൾട്ടിപ്ലൈ ചെയ്ത് ആഡ് ചെയ്ത് പോവുക. ഇനി നമുക്ക് ഈ സെയിം ഒക്ടൽ നമ്പറിന് കറസ്പോണ്ടിങ് ബൈനറി നമുക്ക് ചെയ്യാൻ പറ്റുന്നത്. ഫോർ എക്സാമ്പിൾ 372 എന്ന് പറഞ്ഞ ഒരു ഒക്ടൽ നമ്പർ തന്നു. അതിന് കറസ്പോണ്ടിങ് ബൈനറി കാണാൻ പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾ ഈ ഓരോ ഡിജിറ്റിനും കറസ്പോണ്ടിങ് ആയിട്ടുള്ള 3 ബിറ്റ് റെപ്രസെൻറ്റേഷൻ എടുക്കണം. 2 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ബൈനറിയിൽ നമുക്ക് 2 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താ, 010 3 ബിറ്റ് റെപ്രസെൻറ്റേഷൻ ആണ്. 7 എന്ന് കഴിഞ്ഞാൽ എന്തുവാ, 3 ബിറ്റിൽ നമ്മളെങ്ങനെ റെപ്രസെൻറ്റ് ചെയ്യുന്നത്, 111 ആണ് ബൈനറിയിൽ 7 എന്ന് പറയുന്നത്. 3 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്തുവാ, 0111 അല്ലേ, 011. അപ്പം നമ്മൾ ഇത് നേരെ അങ്ങ് എഴുതിയാൽ മതി. ഇതാണ് ഒരു ഒക്ടൽ നമ്പറിന് കറസ്പോണ്ടിങ് ആയിട്ടുള്ള ബൈനറി. അപ്പം ഒക്ടൽ നമ്പറിന് കറസ്പോണ്ടിങ് ബൈനറി കണ്ടെത്താൻ നിങ്ങൾ എന്ത് ചെയ്താൽ മതി, ഓരോ ഡിജിറ്റ് എടുക്കുക, ആ ഡിജിറ്റിൻ്റെ 3 ബിറ്റ് ബൈനറി റെപ്രസെൻറ്റേഷൻ എഴുതുക. ഓരോ ഡിജിറ്റുകളും എടുക്കുക, അതിൻ്റെ 3 ബിറ്റ് ബൈനറി റെപ്രസെൻറ്റേഷൻ എടുക്കുക. അതെല്ലാം കൂടി ഒരുമിച്ച് എടുത്തു കഴിഞ്ഞാൽ എന്തായിട്ട് മാറി, അതിൻ്റെ ബൈനറി ഇക്വലൻ നമ്പറായിട്ട് മാറി. അടുത്ത ഒരു എക്സാമ്പിൾ ഞാൻ ഇവിടെ കൊടുത്തിട്ടുണ്ട്, 145.23. അവിടെയും നമ്മൾ എന്ത് ചെയ്താൽ മതി, 145 അതിൻ്റെ കറസ്പോണ്ടിങ് ആണ്. 1 എന്ന് പറഞ്ഞാൽ 001, 4 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താ 100, 5 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 101, 0.2 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്തുവാ 010, 3 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 011. ഇതാണ് ഒക്ടൽ നമ്പറിന് ഇക്വലൻ്റ് ആയിട്ടുള്ള ബൈനറി. ഇനി നമുക്ക് ഒക്ടൽ നമ്പറിന് ഇക്വലൻ്റ് ആയിട്ടുള്ള ഹെക്സാഡെസിമൽ നമ്പർ, അതാണ് ഇച്ചിരി ട്വിസ്റ്റിംഗ് ആയിട്ട് ഇതിനകത്ത് വരുന്നത്. ബാക്കി എല്ലാം ഡയറക്റ്റ് ആണ്. നിങ്ങൾക്ക് ഒരു ഒക്ടൽ നമ്പറിന് കറസ്പോണ്ടിങ് ഹെക്സാഡെസിമൽ നമ്പർ കണ്ടെത്തണമെങ്കിൽ ആദ്യം നിങ്ങൾ ഒക്ടൽ ടു ബൈനറി കൺവേർഷൻ നടത്തണം. ഒക്ടൽ ടു ബൈനറി കൺവേർഷൻ ഞാനിവിടെ ഒരു എക്സാമ്പിൾ കൊടുത്തിട്ടുണ്ട്. 145.23 എന്നൊരു ഒക്ടൽ നമ്പർ തന്നു കഴിഞ്ഞാൽ ആദ്യം നമ്മൾ അതിൻ്റെ ബൈനറി ഇക്വലൻ്റ് എഴുതണം അല്ലേ. അപ്പോൾ ബൈനറി നമ്പർ ഇക്വലൻ്റ് നമ്മൾ എഴുതുന്നത് എങ്ങനെ, 5ന് ഞാൻ റെഡിങ്കിൽ ഓരോ കളറിനും കറസ്പോണ്ടിങ് 3 ബിറ്റ് റെപ്രസെൻറ്റേഷൻ കൊടുത്തിട്ടുണ്ട്. 5 എന്ന് പറഞ്ഞാൽ 101, 4 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 100 അല്ലേ, 1 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 001. ഓക്കെ, 0.2 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്തുവാ 010, 3 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്തുവാ 011. അപ്പം നമ്മൾ ആദ്യം ഈ ഒക്ടലിന് നമ്പറിന് ഇക്വലൻ്റ് ആയിട്ടുള്ള ബൈനറി നമ്പർ കണ്ടെത്തി. ബൈനറി നമ്പർ കണ്ടെത്തുന്നത് നമ്മൾ എങ്ങനെയാണ് ചെയ്യുന്നത്, ഓരോ ഡിജിറ്റിനും കറസ്പോണ്ടിങ് 3 ബിറ്റ് റെപ്രസെൻറ്റേഷൻ എടുത്തു. ഇനി നമ്മൾ എന്താ ചെയ്യുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവയെ 4 ബിറ്റുകളായിട്ട് ഗ്രൂപ്പ് ചെയ്യണം. അത് എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഡെസിമലിന് മുമ്പുള്ളത് നേരത്തെ പറഞ്ഞ പോലെ റൈറ്റിൽ നിന്ന് ലെഫ്റ്റിലോട്ടാണ് ഗ്രൂപ്പ് ചെയ്യേണ്ടത്. അപ്പം റൈറ്റിൽ നിന്ന് ലെഫ്റ്റിലോട്ട് ഗ്രൂപ്പ് ചെയ്യുമ്പം നമ്മുടെ നോക്കാം, ഈ പോയിന്റിന് ഇപ്പുറത്തുള്ളത് 1010 കണ്ടോ, ദാറ്റ് ഈസ് 0101, ഇത്രയും ഒരു ഗ്രൂപ്പ് വന്നു. ഇനി എന്താ വരുന്നത്, പിന്നെ ഇവിടെ ഒരു 0110, 0110, പിന്നെ ബാക്കി 2 0 ബാലൻസ് വന്നത് നമ്മളിവിടെ എഴുതി. ഓക്കെ, ഇനി ഈ പോയിന്റിന് ശേഷം നമ്മൾ എവിടെ നിന്നാ, ലെഫ്റ്റിൽ നിന്ന് റൈറ്റിലേക്ക് 4 ബിറ്റുകൾ വെച്ച് ഗ്രൂപ്പ് ചെയ്യുക. ദാറ്റ് ഈസ് 0100. ഓക്കെ, 11ന് ശേഷം ഇങ്ങോട്ടില്ല, അപ്പോൾ അവിടെ നമുക്ക് വേണമെങ്കിൽ 2 0 ഇട്ട് ഫില്ല് ചെയ്യാം. ഓക്കെ, ഇനി നമുക്ക് ഗ്രൂപ്പ് ചെയ്തിട്ട് അതിൻ്റെ ഹെക്സാഡെസിമൽ ഇക്വലൻ്റ് വാല്യൂ നിങ്ങൾ എഴുതിയാൽ മാത്രം മതി. നമുക്കറിയാം 0101 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്തുവാ 5 ആണ്. 0110 എന്ന് പറഞ്ഞാൽ 6, അപ്പോൾ 65 എന്ന് കിട്ടി. പിന്നെ ഈ ലെഫ്റ്റ് സൈഡിൽ 0 വന്നാൽ അതിന് ഇക്വലൻ്റ് പ്രത്യേകിച്ച് 0 തന്നെ ഉള്ളൂ, 65 എന്ന് മാത്രം എഴുതിയാൽ മതി. ഇനി അങ്ങോട്ട് നോക്കാം, പോയിന്റിന് ശേഷം 0100 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 4 ആണ്. 11ന് ശേഷം ഇങ്ങോട്ട് നമ്പേഴ്സ് ഇല്ല, അപ്പം 4 ബിറ്റ് ആക്കണമെങ്കിൽ 1100 കൊടുക്കുന്നത് അല്ലേ. 1100 എന്ന് പറഞ്ഞാൽ 12 ആണ്. 12ന് കറസ്പോണ്ടിങ് ഹെക്സാഡെസിമലിൽ C ആണ്. ഓക്കെ,
ഇങ്ങനെയാണ് ഒക്ടലിന് കറസ്പോണ്ടിങ് ആയിട്ടുള്ള ഹെക്സാഡെസിമൽ നമ്പർ ജനറേറ്റ് ചെയ്യുന്നത്. ഒക്ടലിന് കറസ്പോണ്ടിങ് ഹെക്സാഡെസിമൽ ജനറേറ്റ് ചെയ്യണമെങ്കിൽ ആദ്യം ഒക്ടൽ ടു ബൈനറി കൺവേർഷൻ ചെയ്യണം. ഒക്ടൽ ടു ബൈനറി ചെയ്യുന്നത് എങ്ങനെയാണെന്ന് വെച്ചാൽ ഓരോ ഒക്ടൽ നമ്പറിനും കറസ്പോണ്ടിങ് 3 ബിറ്റ് റെപ്രസെൻറ്റേഷൻ എഴുതുക. അതിനുശേഷം പിന്നെ നമ്മൾ 4 ബിറ്റുകളായിട്ട് ഗ്രൂപ്പ് ചെയ്യുക. 4 ബിറ്റുകളായിട്ട് ഗ്രൂപ്പ് ചെയ്തിട്ട് അതിന് കറസ്പോണ്ടിങ് ഹെക്സാഡെസിമൽ നമ്പർ എഴുതിയാൽ മതി. 4 ബിറ്റായിട്ട് ഗ്രൂപ്പ് ചെയ്യുമ്പം പോയിന്റിന് മുമ്പുള്ളത്, ദാറ്റ് ഈസ് ഫ്രാക്ഷണൽ പാർട്ട് അല്ലാത്ത ഭാഗങ്ങളിൽ നമ്മൾ ഗ്രൂപ്പ് ചെയ്യുമ്പം എവിടെ നിന്ന് റൈറ്റിൽ നിന്ന് ലെഫ്റ്റിലോട്ടാണ് ഗ്രൂപ്പ് ചെയ്യേണ്ടത്. പോയിന്റിന് ശേഷം നമ്മൾ 4 ബിറ്റായിട്ട് ഗ്രൂപ്പ് ചെയ്യുമ്പം ലെഫ്റ്റിൽ നിന്ന് റൈറ്റിലോട്ടും ആയിരിക്കണം ഗ്രൂപ്പ് ചെയ്യേണ്ടത്. അത്രയും ശ്രദ്ധിച്ച് നിങ്ങൾ ആ ഗ്രൂപ്പ് ചെയ്ത് കിട്ടുന്നതിൻ്റെ കറസ്പോണ്ടിങ് ആയിട്ടുള്ള ഹെക്സാഡെസിമൽ വാല്യൂ മാത്രം എഴുതിയാൽ മതി. ഇത്രയേ ഉള്ളൂ ഈ കൺവേർഷൻ. അപ്പോൾ ഇത് മനസ്സിലായി എന്ന് വിചാരിക്കുന്നു.